ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഫുഡ് ചെയിൻ എന്താണെന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡ് ചെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ ഉണ്ട്. അപ്പം അത് എന്തിൻ്റെ ബേസിസിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ട്രോഫിക് ലെവൽ എന്താണെന്നൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഈ ട്രോഫിക് ലെവൽ, ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്ന ഓർഗാനിസംസ് ആരൊക്കെയാണ്, അതിൻ്റെ ബേസിസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസ് ഏതാണോ അതിൻ്റെ ബേസിസിൽ 3 ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻസ് ഉണ്ട്. ആദ്യത്തേതാണ് ഗ്രേസിങ് ഫുഡ് ചെയിൻ, അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗസിങ് ഫുഡ് ചെയിൻ. രണ്ടാമത്തെ ടൈപ്പാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയും. മൂന്നാമത്തെ ടൈപ്പ് ഓക്സിലറി ഫുഡ് ചെയിൻ. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ ബേസ്ഡ് അപ്പോൺ ദ ഓർഗാനിസംസ് ഓക്കുപ്പൈങ് ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ. ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ബ്രൗസിങ് ഫുഡ് ചെയിൻ, അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പേരാണ് ഗ്രേസിങ് ഫുഡ് ചെയിൻ. സെക്കൻഡ് ടൈപ്പ് ഇസ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. തേർഡ് ടൈപ്പ് ഇസ് ഓക്സിലറി ഫുഡ് ചെയിൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്താണെന്ന് നോക്കാം. ഗ്രേസിങ് അല്ലെങ്കിൽ ബ്രൗസിങ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പുല്ല്, പോച്ച അങ്ങനെയുള്ള അതൊക്കെ ഭക്ഷണമാക്കി എടുക്കുന്നത് നമ്മുടെ പശു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെർബിവോസ്, അതിനെയാണ് ഗ്രേസിങ് ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പുല്ല് മേഞ്ഞ് നടക്കുന്ന ടൈപ്പ് ഓഫ് ആനിമൽസ്. അപ്പം ഗ്രേസിങ് അല്ലെങ്കിൽ പർട്ടിക്കുലർലി പറയുവാണെങ്കിൽ ഈ ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ ഗ്രാസസ് അല്ലെങ്കിൽ ക്രീപ്പേഴ്സിനെ കഴിക്കുന്നവരും, ബ്രൗസിങ് എന്ന് പറയുമ്പം ഹെർബ്സ്, ഷ്രബ്സ് അങ്ങനെ കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള പ്ലാന്റ്സിനെ കഴിക്കുന്നതിനെയാണ് ബ്രൗസിങ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടായാലും ഇത് സെയിം ഫുഡ് ചെയിൻ തന്നെ. അപ്പം ഈ ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ഓർഗാനിസംസിലും അല്ലെങ്കിൽ ടെറസ്ട്രിയൽ കമ്മ്യൂണിറ്റിയിലും കാണുന്നുണ്ട്. അതേമാതിരി അക്വാട്ടിക് ഓർഗാനിസംസിലും ഗ്രേസിങ് ഫുഡ് ചെയിൻ ഉണ്ട്, രണ്ടിലും ഉണ്ട്. അപ്പം ഗ്രേസിങ് ഫുഡ് ചെയിൻ ഈസ് സീൻ ഇൻ ടെറസ്ട്രിയൽ ആസ് വെൽ ആസ് ഇൻ ദ അക്വാട്ടിക് കമ്മ്യൂണിറ്റി. ഇനി ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രോഫിക് ലെവൽസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് കാണാം. ഫസ്റ്റ് ലെവൽ, ബേസ് ലെവൽ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്നവർ, അതിനെ നമ്മൾ ഹെർബിവോസ് എന്ന് പറയും. ദേ ആർ ദ പ്രൈമറി കൺസ്യൂമേഴ്സ്. ബിക്കോസ് ആദ്യം ഫുഡ് ഫിക്സ് ചെയ്യുന്നത് ഇവരെ ആദ്യമായിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ് ഇവർ. അതുകൊണ്ടാണ് ഇവരെല്ലാവരെയും ഈ പറയുന്ന എല്ലാ ഓർഗാനിസംസ്, ഇതിനകത്ത് ഗ്രാസ് ഹോപ്പർ കാണാം, റാറ്റുണ്ട്, റാബിറ്റുണ്ട്, ഇവരെല്ലാവരും തന്നെ ഗ്രീൻ പ്ലാന്റ്സിനെ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ദേ ആർ ദ പ്രൈമറി കൺസ്യൂമേഴ്സ്. ഓക്കെ, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് നെക്സ്റ്റ് ലെവൽ. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്പീഷീസ് ഇൻ ദിസ് ഫുഡ് ചെയിൻ. ഇവർ മറ്റാരെയും ഭക്ഷിക്കുന്നില്ല. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഫുഡ് ചെയിനകത്തിൽ ഫസ്റ്റ് സ്പീഷീസ് മറ്റാരെയും ഭക്ഷിക്കാത്തവരാണ്. ഇവരെ ഭക്ഷിക്കുന്നവർ പ്രൈമറി കൺസ്യൂമേഴ്സ്. ഇനി ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഭക്ഷിക്കുന്നവർ വരുന്നത് നെക്സ്റ്റ് ട്രോഫിക് ലെവൽ, അത് നമ്മുടെ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഭക്ഷിക്കുന്നവർ ടേർഷറി കൺസ്യൂമേഴ്സ്. ഈ ടേർഷറി കൺസ്യൂമേഴ്സ് ഇനി അടുത്ത അവർ ഡെഡായി കഴിയുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് ഡീകമ്പോസേഴ്സിലേക്ക് പോകും. ഡീകമ്പോസേഴ്സ് ആണ് ലാസ്റ്റ് ലെവൽ ഇൻ ദിസ് ഫുഡ് ചെയിൻ. ആൻഡ് ഈ ഡീകമ്പോസേഴ്സ് അവരെ വേറെ ആരും ഭക്ഷിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. ഇനി ടൈപ്സ് ഓഫ് ഫുഡ് ചെയിനകത്തിൽ നോക്ക്. ഇവിടെ ഇപ്പം 2 എണ്ണമേ കാണിച്ചിട്ടുള്ളൂ, ഒന്നും കൂടി ഉണ്ട് ഓക്സിലറി ഫുഡ് ചെയിൻ. അപ്പോൾ ഫുഡ് ചെയിൻ, ഗ്രേസിങ് ഫുഡ് ചെയിൻ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആൻഡ് ഓക്സിലറി ഫുഡ് ചെയിൻ. ഗ്രേസിങ് ഫുഡ് ചെയിനെ വീണ്ടും 2 ടൈപ്പായിട്ട് പറയുന്നു, പ്രിഡേറ്ററി ഫുഡ് ചെയിൻ ആൻഡ് പാരസിറ്റിക് ഫുഡ് ചെയിൻ. അപ്പം അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വരാം. ഈ ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്താണ്? ഫസ്റ്റ് നമ്മുടെ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ഫോട്ടോട്രോപ്സ് എന്ന് പറയാം. ഈ ഗ്രീൻ പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്നത് ഹെർബിവോർസ് അല്ലെങ്കിൽ ഗ്രേസിങ് അല്ലെങ്കിൽ ബ്രൗസിങ് ഹെർബിവോറസ് ആനിമൽസ് അവരെ ഭക്ഷിക്കുന്നു. ഈ ഹെർബിവോഴ്സിനെ
കാർണിവോറസ് പ്രിഡേറ്റേഴ്സ് ഭക്ഷണമാക്കുന്നു. കാർണിവോറസ് പ്രിഡേറ്റേഴ്സ് വെൻ ദേ ഗെറ്റ് ഡെഡ് they get decomposed. അപ്പോൾ അവിടെ ഡീകമ്പോസേഴ്സ് വരുന്നു. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ പറയുവാണെങ്കിൽ എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ്, ഹെർബിവോർസ്, കാർണിവോർസ്, ഡീകമ്പോസേഴ്സ്, ഇങ്ങനെയാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ പോകുന്നത്. അതിനൊരു എക്സാമ്പിൾ അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നത് ഗ്രാസ്, ഇറ്റ് ഈസ് എ പ്രൊഡ്യൂസർ, ഇറ്റ് ഈസ് എ പ്ലാന്റ്. ഗ്രാസ് ഹോപ്പർ, ബേർഡ്സ്, ഫാൽക്കൺ. ഇതൊരു എക്സാമ്പിൾ ഓഫ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, ഗ്രാസ് ഹോപ്പറിനെ ബേർഡ്സ് കഴിക്കുന്നു, ബേർഡ്സിനെ ഫാൽക്കൺ കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ എക്സാമ്പിളാണ്. മറ്റൊരു എക്സാമ്പിൾ ഇതാ ഇവിടെ ഗ്രീൻ ലീവ്സ് അല്ലെങ്കിൽ ക്യാബേജസ് വിച്ച് ആർ ബീങ് ഈറ്റൻ ബൈ കാറ്റർപില്ലേഴ്സ് ആൻഡ് ദീസ് കാറ്റർപില്ലേഴ്സ് ആർ ബീങ് ഈറ്റൻ ബൈ ത്രഷ്. ലൈക്ക്വൈസ് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബോത്ത് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക്. ഇത് നമ്മൾ പറഞ്ഞതും നേരത്തെ പറഞ്ഞതും ഒക്കെ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിലെ ഓർഗാനിസംസ്. ഇനി അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ്? അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ അവിടെയും അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ വാട്ടർ. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനകത്തിൽ ആരൊക്കെയാണ് വരുന്നത്? ഫൈറ്റോ പ്ലാങ്ക്ടൻസ്, അതാണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അവിടെ. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസിനെ കഴിക്കുന്നത് അടുത്തത് സൂ പ്ലാങ്ക്ടൻസ് ഹെർബിവോർസ് ആണ്. ഈ സൂ പ്ലാങ്ക്ടൻസിനെ കഴിക്കുന്നവർ സ്മോൾ ഫിഷസിനെ ലാർജ് ഫിഷസ് കഴിക്കുന്നു, ലാർജ് ഫിഷസിനെ സ്നേക്സ് കഴിക്കുന്നു, ആൻഡ് ഈ സ്നേക്സ് ഡെഡായിട്ട് ഡീകമ്പോസേഴ്സ് വരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ, സ്മോൾ ഫിഷസ്, ലാർജ് ഫിഷസ്, സ്നേക്സ്, ഡീകമ്പോസേഴ്സ്, അങ്ങനെ പോകും. ഇനി മെറൈൻ ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, അവിടെയും ഫസ്റ്റ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൻസ് തന്നെ. ഫൈറ്റോ പ്ലാങ്ക്ടൻസ്, സൂ പ്ലാങ്ക്ടൻസ്, സ്മോൾ പ്ലാങ്ക്ടോണിക് ഫിഷസ്, കുഞ്ഞ് പ്ലാങ്ക്ടോൺസിനെ കഴിക്കുന്ന കുഞ്ഞു ഫിഷസ്, ലാർജ് ഫിഷസിനെ ഡോൾഫിൻസ് കഴിക്കുന്നു, ഡോൾഫിൻസ് വെൻ അടുത്തതിനെ ഫോളോ ചെയ്ത് വരുന്നത് ഡീകമ്പോസേഴ്സ്. ഓക്കെ, അപ്പോൾ മെറൈൻ ഇക്കോസിസ്റ്റത്തിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ, സ്മോൾ ഫിഷസ്, ലാർജ് ഫിഷസ്, ഡോൾഫിൻസ്, ഡീകമ്പോസേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ രണ്ടും നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ നേരത്തെ ആ ഫ്ലോ ചാർട്ടിൽ നമ്മൾ കണ്ടതുപോലെ ഗ്രേസിംഗ് ഫുഡ് ചെയിനിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പാരസിറ്റിക് ചെയിൻ എന്നും പ്രിഡേറ്ററി ചെയിൻ എന്നും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാം തന്നെ പ്രിഡേറ്ററി ആണ്. ഒരു ഓർഗാനിസം മറ്റൊന്നിനെ പ്രേ ആക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രിഡേറ്റർ ദാറ്റ് ഈറ്റ്സ് എ പ്രേ, കില്ല് ചെയ്തിട്ട് കഴിക്കുകയാണ് അല്ലേ. മറ്റൊരാളെ ഒരു ഇരയെ തേടി ആ ഇരയെ കൊന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രിഡേറ്ററി ചെയിൻ എന്ന് പറയാം. ഈ പറഞ്ഞതൊക്കെ അങ്ങനെ അതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതും ഉണ്ടായിരുന്നു. ഇനിയും 2ാമത്തെ ടൈപ്പാണ് പാരസിറ്റിക് ചെയിൻ. പാരസിറ്റിക് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ പാരസൈറ്റ്സ് ഉള്ള ചെയിൻ. അതെങ്ങനെയാണ്? പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, മറ്റൊരു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതായത് ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ പാരസൈറ്റ് ജീവിക്കുന്നത്. ഹോസ്റ്റിൽ നിന്നുള്ള ന്യൂട്രീഷനാണ് ഇവർ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏത് ലെവലിൽ വേണമെങ്കിലും പാരസൈറ്റ്സിന് വരാം അല്ലേ. ഏത് ലെവലിലെന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഹോസ്റ്റിനെ കൊന്നിട്ടല്ല അവർ കഴിക്കുന്നത്, ബട്ട് ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഹോസ്റ്റ് ഫോർ ദ മീൻസ് ഓഫ് ന്യൂട്രീഷൻ. ദേ ആർ ഡിറൈവിങ് ന്യൂട്രീഷൻ ഫ്രം ദം. അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പാരസിറ്റിക് ഫുഡ് ചെയിനകത്തിൽ വീണ്ടും 3 ടൈപ്പ് എന്ന് നമുക്ക് പറയാം. പ്രൊഡ്യൂസർ എന്ന് പറയുന്നതാണല്ലോ ഫസ്റ്റ് ട്രോഫിക് ലെവൽ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൽ പാരസൈറ്റ് ഉണ്ടാകാം. ഒരു പ്ലാന്റ്, ഇപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ്, ഏത് പ്ലാന്റ് ആയാലും ആ പ്ലാന്റിലൊരു പാരസൈറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് പ്രൊഡ്യൂസർ പാരസൈറ്റ് ചെയിൻ എന്ന് പറയാം. ദ പാരസൈറ്റ് ഈസ് ഓൺ ദ പ്രൊഡ്യൂസർ ഇറ്റ് സെൽഫ്. അങ്ങനെ ഒരു കേസ് ഉണ്ടാകാം. 2ാമത്തെ കേസ് എന്താ? പ്രൊഡ്യൂസറിൽ നിന്ന് പ്രൊഡ്യൂസറിനെ ഭക്ഷണമാക്കുന്നവർ. നെക്സ്റ്റ് ലെവൽ എന്താ? ഹെർബിവോർസ്. അപ്പോൾ ഈ ഹെർബിവോർസിൽ വരുമ്പം ഹെർബിവോറിൽ പാരസൈറ്റ് ഉണ്ടാകാം. സെക്കൻഡ് ലെവലിൽ പാരസൈറ്റ് ഉണ്ടാകാം.
മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ, ഹെർബിവോർ ആൻഡ് കാർണിവോസ്. മൂന്നാമത്തെ ലെവലായ കാർണിവോസിൽ വരുമ്പം കാർണിവോസിൽ പാരസൈറ്റ് ഉണ്ടാകാം. അങ്ങനെയാണ് 3 ലെവൽ പറയുന്നത്. ഇനി ഈ 3 ലെവൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പാരസിറ്റിക് ഫുഡ് ചെയിനകത്തിൽ നമ്പർ ഗോസ് ഇൻക്രീസിങ് വെൻ ഇറ്റ് ഗോസ് ഓൺ ടു ദ ഹയർ ലെവൽസ്. ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും ദ നമ്പർ ഓഫ് ഓർഗാനിസം ഈസ് ഇൻക്രീസിങ്. ഇപ്പോൾ പ്രൊഡ്യൂസർ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ, ഒരു പ്ലാന്റിൽ പാരസൈറ്റ്സ് ഇഷ്ടംപോലെ ഉണ്ടാകാം. സാധാരണ എങ്ങനെയാണ്, പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ബയോമാസിൽ കൂടുതൽ ബയോമാസ്, കൂടുതൽ എനർജി ഫിക്സ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സാണ്. അതിൽ നിന്ന് കുറച്ച് മാത്രമല്ലേ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകൂ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ആ ഫസ്റ്റ് കണ്ട ഈ ഫിഗർ തന്നെ നോക്കൂ. പ്രൊഡ്യൂസേഴ്സാണ് മാക്സിമം. ഈ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ ഇത്രയും പേര്, ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ ഇത്രയും പേര്, ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ ഇത്രയും പേര്. അപ്പോൾ നോക്കൂ, ദ നമ്പർ ഓഫ് ഓർഗാനിസം ഇസ് ഡിക്രീസിങ് വെൻ ഇറ്റ് ഗോസ് ടു ദ ഹയർ ട്രോഫിക് ലെവൽ. ട്രോഫിക് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇവരാണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഇവരെത്രത്തോളം എനർജി ഇവർ ഫിക്സ് ചെയ്യുന്നോ അതിൽ നിന്നും ഒരു പെർസെൻറ്റേജ് മാത്രമാണ് നെക്സ്റ്റ് ഹെർബിവോഴ്സിലേക്ക് പോകുന്നത്. അവിടെ ഈ ഹെർബിവോഴ്സ് അവർക്ക് ആവശ്യമുള്ളതെല്ലാം യൂസ് ചെയ്ത് കുറേ വേസ്റ്റുമായി അതിനുശേഷമുള്ളതാണ് നെക്സ്റ്റ് ട്രോഫിക് ലെവൽ, അതായത് ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നത്. ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സ് അവർ കുറേ യൂസ് ചെയ്തിട്ട് കുറേ വേസ്റ്റ് ആയതിന് ശേഷമുള്ളതാണ് ടേർഷറി കൺസ്യൂമേഴ്സിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും ഓർക്കുക, ഏത് ഫുഡ് ചെയിൻ ആയാലും ട്രോഫിക് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഡിക്രീസ് ചെയ്യുകയാണ്. ഈ ഒരു ഫിഗർ മാത്രം നിങ്ങൾക്ക് ഓർക്കാം. ഇവിടെ എന്തുമാത്രം പ്ലാന്റ്സ് ഉണ്ട് നോക്കൂ, ഇത്രയും നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഗ്രാസസ് തന്നെയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയും ഗ്രാസസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഗ്രാസസിൻ്റെ അത്രയും നമ്പർ ഉണ്ടോ നെക്സ്റ്റ് ലെവൽ വന്നപ്പം? ഇല്ല, 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഹയർ ട്രോഫിക് ലെവലിലേക്ക് പോയപ്പം വീണ്ടും റെഡ്യൂസ് ചെയ്ത് 2 പേരേ ഉള്ളൂ. ഇവിടെ നിന്ന് വീണ്ടും പോയപ്പം ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇതൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ദ ഫാക്ടീസ് അല്ലെങ്കിൽ ദ കൺസെപ്റ്റ് എന്താണ്? ട്രോഫിക് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഓർഗാനിസം ഡിക്രീസ് ചെയ്യുന്നു. പക്ഷേ ഇതിന് ഓപ്പോസിറ്റാണ് ഇപ്പോൾ പറഞ്ഞ നമ്മൾ പാരസിറ്റിക് ഫുഡ് ചെയിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഈ പാരസിറ്റിക് ഫുഡ് ചെയിനിൽ എന്താ സംഭവിക്കുക? ട്രോഫിക് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഓർഗാനിസം ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ പാരസിറ്റിക് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ പാരസൈറ്റ് ഈ 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് ടൈപ്പ് പ്രൊഡ്യൂസർ പാരസൈറ്റ്. അപ്പോൾ പ്രൊഡ്യൂസറായ ഈ ഗ്രീൻ ലീവ്സ് ഇവരിലാണ് പാരസൈറ്റ് ഉള്ളതെന്നിരിക്കട്ടെ. ഈ ഒരൊറ്റ പ്ലാന്റിൽ എന്തുമാത്രം പാരസൈറ്റ്സിന് ഇൻഹാബിറ്റ് ചെയ്യാൻ പറ്റും? ഇഷ്ടംപോലെ പാരസൈറ്റ്സിന് ഇൻഹാബിറ്റ് ചെയ്തൂടെ? അപ്പം ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ കൂടിയും പാരസൈറ്റിൻ്റെ നമ്പർ കൂടുതലായിരിക്കും. അതാണ് പറഞ്ഞത് നമ്പർ ഓഫ് ഓർഗാനിസം ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ ബേർഡിലാണെന്നിരിക്കട്ടെ. ഈ ബേർഡിൽ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റ് പാരസൈറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ആ ഇൻസെക്റ്റ് പാരസൈറ്റ് ഒരെണ്ണം മാത്രമേ ഈ ബേർഡിൽ കാണുകയുള്ളൂ? അല്ല, ഒരുപാടെണ്ണം കാണും. അപ്പം ഓർഗാനിസം ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഹോസ്റ്റ് ഒന്നേ ഉള്ളൂ, പക്ഷേ പാരസൈറ്റ് മേ ബി ന്യൂമറസ്. അതാണ് കൺസെപ്റ്റ്. അപ്പം പാരസിറ്റിക് ഫുഡ് ചെയിനിൽ ഇതിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്പർ ഓഫ് ഓർഗാനിസംസ് വിൽ ബി ഹയർ. അതാണ് ഒരു കാര്യം. അതുപോലെ ഈ പാരസൈറ്റ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഇപ്പോൾ ഏതൊരു ഓർഗാനിസം എടുത്താലും, ഇപ്പം എന്താണ്, ഒരു പൂച്ച എന്ന് വിചാരിച്ചു. പൂച്ചയുടെ ദേഹത്തൊക്കെ എന്തെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ പൂച്ചയോ നായയോ ആയിക്കോട്ടെ, ഒരു പട്ടി ആണെന്നിരിക്കട്ടെ. അപ്പോൾ ആ നായയുടെ ശരീരത്തിലുള്ള ചെള്ള് കാണുമല്ലോ. അപ്പോൾ ആ ചെള്ളൊരു പാരസൈറ്റ് അല്ലേ? ആ നായയുടെ ശരീരത്തിന് അതിൽ നിന്നാണല്ലോ അത് രക്തമൂറ്റിയെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യുന്നത് ആ ഡോഗിൽ നിന്നാണ്. അപ്പം ആ ഡോഗിൻ്റെ ശരീരത്തിൽ ഉള്ള ഒരു പെസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ? ഒരു ചെള്ള് മാത്രമേ ആ നായയുടെ ശരീരത്തിൽ ഉണ്ടാവത്തുള്ളൂ? അല്ല, ആ ഒരു നായയുടെ ശരീരത്തിൽ നിരവധി ഇഷ്ടംപോലെ പെസ്റ്റ് ഉണ്ടാകും. അപ്പം അവിടെ അതൊരു പാരസൈറ്റാണ്, ഒരു ഓർഗാനിസമാണ്, പക്ഷെ നിറയെ പാരസൈറ്റ് ഉണ്ട്. ആൻഡ് ഈ പാരസൈറ്റ്സ് എല്ലാം ഫുഡ് എനർജി ഡിറൈവ് ചെയ്യുന്ന ഇവിടെ നിന്നാണ്, ഈ നായയിൽ നിന്നാണ് അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പാരസിറ്റിക് ഫുഡ് ചെയിൻ നമുക്ക്
നമ്പർ ഇൻക്രീസ് ചെയ്യും എന്ന്. ബിക്കോസ് ഓൾ ദാറ്റ് parasites will be depending upon the same host. Number of parasites will be more on the same host. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഗ്രേസിങ് ഫുഡ് ചെയിനെ കുറിച്ച് പറയാൻ. അപ്പോൾ ഇതൊരു മറ്റൊരു എക്സാമ്പിളാണ്. ഒരു ഫ്ലവർ, ഒരു പ്ലാന്റ്. ആ പ്ലാന്റിനെ കാറ്റർപില്ലർ കൺസ്യൂം ചെയ്യുന്നു, കാറ്റർപില്ലറിനെ ഫ്രോഗ് കൺസ്യൂം ചെയ്യുന്നു, ഫ്രോഗിനെ സ്നേക്ക് കൺസ്യൂം ചെയ്യുന്നു, സ്നേക്കിനെ ഔൾ കൺസ്യൂം ചെയ്യുന്നു. ആൻഡ് ഔൾ വെൻ ഗെറ്റ്സ് ഡെഡ് ഇറ്റ് ഈസ് ഡീകമ്പോസ്ഡ് ആൻഡ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഡീകമ്പോസേഴ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ നമ്മൾ പറഞ്ഞത് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തേതായിരുന്നു ഗ്രേസിങ് ഫുഡ് ചെയിൻ, രണ്ടാമത്തേത് ഡെട്രിറ്റസ്. ഡെട്രിറ്റസ് എന്ന് പറഞ്ഞാൽ ലിറ്റർ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ എന്നാണ്. അതായത് നമ്മുടെ ഏതൊരു ഓർഗാനിസവും ഡെഡായി കഴിഞ്ഞ് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ ഓർഗാനിസംസിനെ ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഓർഗാനിക് മാറ്റർ, അതാണ് ഡെട്രിറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഡെട്രിറ്റസ് പാത്വേ എന്ന് പറയാം. ഇവിടെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ല, they are not consumed by the grazing, എന്താ പറയുക, നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഹെർബിവോർസ് അവരെ കൺസ്യൂം ചെയ്യുന്നില്ല. ബട്ട് ദേ ഫോം ദ ഡെട്രിറ്റസ്. ഡെഡായി കഴിയുമ്പം ഇതൊരു പ്രൈമറി കൺസ്യൂമർ ആയിരുന്നു. ഇവരെ ഹെർബിവോർസ് കൺസ്യൂം ചെയ്യുകയല്ല, മറിച്ച് ഇവർ ഡെഡായതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? നമ്മൾ നേരത്തെ കണ്ട ഈ ഫുഡ് ചെയിൻ, ഗ്രേസിങ് ഫുഡ് ചെയിനിലെ ഏതൊരു ഓർഗാനിസവും ഡെഡായി കഴിഞ്ഞാൽ അവരെല്ലാവരും എൻ്റർ ചെയ്യുന്ന ഫുഡ് ചെയിനാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഏതൊരു ഓർഗാനിസവും അറ്റ് എനി ഓഫ് ദിസ് ഫുഡ് ചെയിൻ, ഏത് ഫുഡ് ചെയിൻ്റെ ഏത് ട്രോഫിക് ലെവലിൽ വരുന്ന ഓർഗാനിസം ആണെങ്കിലും വെൻ ദേ ഗെറ്റ് ഡെഡ് they enter into the detritus food chain. അവിടെ എന്താ സംഭവിക്കുന്നത്? these producers, they are not getting eaten by any herbivores, but they form detritus. That is, the decomposers feed them. They initiate the transfer of energy, and this energy is getting transferred to the successive level of consumers. Okay, അപ്പോൾ ഇവിടെ ഡീകമ്പോസിങ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ ഫുഡ് ചെയിനകത്തിൽ ഇൻവോൾവ് ചെയ്തേക്കുന്നത്. ദീസ് microorganisms, they decompose all these organisms and form the detritus or the organic matter. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസ് ആയിരിക്കും. അപ്പോൾ ഈ ഡെഡ് ഓർഗാനിക് മാറ്റർ is first acted upon by decomposing organisms. അത് ബാക്ടീരിയ ആകാം, ഫംഗസ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസെക്റ്റ് ആകാം. Okay, forming the detritus, and this detritus is eaten by the detrivores such as നമ്മുടെ earth worms അല്ലെങ്കിൽ millipedes, centipedes, nematodes അങ്ങനെയുള്ള ഏതെങ്കിലും ഓർഗാനിസംസ് ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഭക്ഷിക്കുന്നു. അതാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിനകത്തിൽ വരുന്നത്. അപ്പം these organisms, they in turn are eaten by small carnivores which form the food of large carnivores. And all these organisms, when all of them get dead, they are acted upon by the decomposers. ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എല്ലാ ഇക്കോസിസ്റ്റത്തിലും ഉണ്ട്. ഇത് ഇല്ലാതെ നമുക്ക് ഒരു ഇക്കോസിസ്റ്റവും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ദർ വിൽ നോട്ട് ബി എ ബാലൻസ്, അല്ലേ? കൂടുതലും ഇതുള്ളത് നമ്മുടെ ഫോറസ്റ്റ് അല്ലെങ്കിൽ മാംഗ്രൂവ്, ഗ്രാസ് ലാൻഡ്, അക്വാട്ടിക് ഇക്കോസിസ്റ്റം, അവിടെ എല്ലായിടത്തും ഉണ്ട്. Detrivores എന്ന് പറയുന്നത് detrivores, they are on the land surface. They include nematodes, earthworms, any larval insects, millipedes. അതൊക്കെയാണ് detrivores എന്ന് പറയുന്നത്. Detrivores എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, they are the organisms which feed upon these organic matter. Dead and decaying organic matterനെ ഫീഡ് ചെയ്യുന്നവർ, അവരെയാണ് detrivores എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്ഥലം അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫ്ലോറിൽ, ഇപ്പോൾ കുളത്തിൻ്റെ തട്ടിലോ അല്ലെങ്കിൽ കായൽ തട്ടിലോ അവിടെയും ഉള്ള ഓർഗാനിസംസ് ഡെഡ് ആകുമല്ലോ. അപ്പോൾ അവിടെയും ഇത് ഉണ്ടാകണം, ഈ ഒരു ഫുഡ് ചെയിൻ ഉണ്ടാകണം. അപ്പോൾ അവിടെയും അതിൻ്റെ ടെറസ്ട്രിയൽ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ വാട്ടർ ബോഡിയുടെ അടിത്തട്ടിലാണ് ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ നടക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഡെഡ് ഓർഗാനിക് മാറ്റർ, അതിനെ ബാക്ടീരിയ,
ഒരു ഫുഡ് ചെയിൻ പറയുകയാണെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്റർ ഇറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ ബാക്ടീരിയ ആൻഡ് ബാക്ടീരിയ നെക്സ്റ്റ് ലെവൽ it forms the detritus in the soil, and these detritus is eaten upon by the earthworms. These earthworms are eaten upon by birds ne man കഴിക്കുന്നു. Man when gets dead they get again decomposed by bacteria. അതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പം ഇവിടെ തന്നെ ആണെങ്കിലും ഈ ഡെഡ് ആൻഡ് ഡിക്കേയിങ് ലീവ്സിനെ അവരെ ഭക്ഷണമാക്കി എടുക്കുന്നത് വുഡ് ലൗസ്, ആൻഡ് ദീസ് വുഡ് ലൗസ് ആർ ഈറ്റൻ ബൈ ദ ബ്ലാക്ക് ബേർഡ്, ആൻഡ് ദിസ് ബ്ലാക്ക് ബേർഡ് വെൻ ഗെറ്റ്സ് ഡെഡ് ദേ ആർ ഡീക്കേഡ് ബൈ ദ ഡീകമ്പോസേഴ്സ് അഗെയിൻ. അപ്പോൾ ഏത് ഓർഗാനിസം ആണെങ്കിലും അവർ ഡീകമ്പോസ് ചെയ്യപ്പെടും വെൻ ദേ ഗെറ്റ് ഡെഡ്. അതിൻ്റെ ഇടയ്ക്ക് അവർ ഏതൊക്കെ റോള് പ്ലേ ചെയ്യുന്നു, ഏതൊക്കെ ഫുഡ് ചെയിനിൽ എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രേസിങ് ഫുഡ് ചെയിൻ. അപ്പോൾ ഗ്രേസിങ് ഫുഡ് ചെയിനും നമ്മൾ പറഞ്ഞു, ഡെട്രിറ്റസ് ഫുഡ് ചെയിനും പറഞ്ഞു. ഇനി ഇവരൊക്കെ തമ്മിൽ ലിങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ഗ്രേസിങ് ഫുഡ് ചെയിനും ഡെട്രിറ്റസും തമ്മിലുള്ള ലിങ്ക് എന്താണ്? ലിങ്ക് ഈ പറയുന്ന ഏത് ഗ്രേസിങ് ഫുഡ് ചെയിനിലുള്ള ഏത് ഓർഗാനിസംസ് ഡെഡ് ആയാലും ദേ എൻ്റർ ഇൻ ടു ദ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. അപ്പം ഓൾ ദീസ് ഫുഡ് ചെയിൻസ് ദേ ആർ ഇൻ്റർലിങ്ക്ഡ്, തമ്മിൽ ലിങ്ക് ഉണ്ട്. ഒരു കാര്യം മാത്രം ഇവിടെ ഇപ്പോൾ ഈ ഇത്രയും ഓർഗാനിസംസ് ഇത്രയും മാത്രം തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. ഇവരെ തന്നെ മാത്രം കഴിച്ച് വേറെ ഒരു ഫുഡ് ചെയിനുമായിട്ടും വേറെ ഒരു പ്രകൃതിയിലെ മറ്റൊന്നുമായിട്ടും ഒരു ഇടപെടലും ഇല്ലാതെ അല്ല ഇവർ ജീവിക്കുന്നത്. ഇവർ ഡെട്രിറ്റസ് ഫുഡ് ചെയിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ മറ്റു പല ഫുഡ് ചെയിനുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ദീസ് ആർ കണക്റ്റഡ്, ഇൻ ബിറ്റ്വീൻ ദർ ഇസ് കണക്ഷൻസ്. മൂന്നാമത്തെ ടൈപ്പ് ഫുഡ് ചെയിൻ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, ഓക്സിലറി ഫുഡ് ചെയിൻ. ഇവിടെ എന്ന് പറയുന്നത് ചില പാരസൈറ്റ്സ് അല്ലെങ്കിൽ സ്കാവഞ്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. പാരസിറ്റിക് ഫുഡ് ചെയിനകത്തിൽ ഒരു തമ്മിൽ ബന്ധമില്ലാത്ത പല ഓർഗാനിസംസ് ആയിരിക്കും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാകുക. ഒരു ഹോസ്റ്റ് അതിൽ പാരസിറ്റൈസ് ചെയ്യുന്ന ഓർഗാനിസംസ് അതിൽ തമ്മിലൊരു ബന്ധമുണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ തമ്മിൽ റിലേഷൻ ഇല്ലാത്ത ഓർഗാനിസംസ് ആയിരിക്കും പാരസിറ്റിക് ഫുഡ് ചെയിനകത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു സ്പീഷീസിനെ ഒരു പാരസൈറ്റ് മാത്രമല്ല ഉള്ളത്. ഇപ്പം ഒരു പ്ലാന്റ്, ആ പ്ലാന്റിനെ ഒരു പാരസൈറ്റ് മാത്രമേ അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. ഒരു ഹോസ്റ്റിനെ ഒരുപാട് ടൈപ്പ് ഓഫ് പാരസൈറ്റ്സ് അതിനെ പാരസിറ്റൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കോംപ്ലെക്സ് ആണ്. കാരണം ഒരെണ്ണത്തിനെ പാരസിറ്റൈസ് ചെയ്യുന്നത് ഒരാളെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഹോസ്റ്റിൽ പല പാരസൈറ്റ്സും ഉണ്ടായെന്ന് വരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്റ്റ് ക്യാൻ ബി പാരസിറ്റൈസ്ഡ് ബൈ സെവറൽ പാരസൈറ്റ്സ്. സോ ദിസ് ഈസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലെക്സ്. അപ്പം അതാണ് ഇവിടെ ഓക്സിലറി ഫുഡ് ചെയിനകത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പല വെക്ടേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ടായെന്ന് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം എന്തെന്ന് പറഞ്ഞാലും പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എനർജിയുടെ പ്രൈമറി സോഴ്സ് ഈസ് പ്രൊഡ്യൂസേഴ്സ്, അല്ലെങ്കിൽ ദ സൺലൈറ്റ്, ദെൻ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ആൻഡ് ഈ ഫുഡ് ചെയിൻ കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ഇൻ ബിറ്റ്വീൻ ദീസ് ടൈപ്പ് ഓഫ് കോംപ്ലെക്സിറ്റീസ് എക്സിസ്റ്റ് എന്നുള്ളതാണ് ഓക്സിലറി ഫുഡ് ചെയിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതാണ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻസ്. ഓക്കെ, താങ്ക് യു.